ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു മെമ്മറി വയർ ഉപയോഗിച്ചിട്ടാണ് ഒരു ബാങ്കിൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാങ്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മെമ്മറി വയർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഹോള് വരുന്ന ഫ്ലവർ ബീഡ്, ഈ ഒരു സെയിം ഫ്ലവർ ബീഡ് വേണമെന്നില്ല, ഡബിൾ ഹോള് വരുന്ന ടൈപ്പിൽ ഏത് ബീഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഒരു 4 mm വരുന്ന ഏതെങ്കിലും ഒരു കളർ ബീഡ് വേണം നമുക്ക്. അതിനുശേഷം നമ്മുടെ ടൂൾസ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പ്ലെയറും അതുപോലെ നോർമൽ പ്ലെയറും, അതല്ലാന്നുണ്ടെങ്കിൽ നോസ് പ്ലെയർ എടുക്കാം. പിന്നെ റൗണ്ട് നോസ് പ്ലെയർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെമ്മറി വയർ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രിങ് ബാങ്കിൾ പോലെയാണ് കിട്ടുക. അത് നമ്മൾ കറക്റ്റ് 2 പീസായിട്ട് 2 മാലയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയുള്ള ഒരു സ്നിപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ട, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോഴാണ് പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഐറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹെയർ ആക്സസറീസ് അല്ലെങ്കിൽ ജ്വല്ലറീസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഗിവ് അവേ വരുന്നുണ്ട്. ഗിവ് അവേയുടെ കണ്ടീഷൻസൊക്കെ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബാങ്കിളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു മെമ്മറി വയറിൻ്റെ 2 റിങ്ങാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ 2 ബാങ്കിളിൻ്റെയും 2 കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു 2 സ്ട്രിങ്ങിൻ്റെയും എൻഡ് ഒന്ന് ബെൻഡ് ചെയ്ത് ഒരു ലൂപ്പ് പോലെ ആക്കിയെടുക്കുക. നമ്മൾ ഹെഡ് പിൻ അല്ലെങ്കിൽ ഐ പിന്ന് വളച്ചെടുക്കുന്ന അത്ര പെട്ടെന്ന് നമുക്ക് മെമ്മറി വയർ വളച്ചെടുക്കാനായിട്ട് പറ്റില്ല. നല്ല എന്താ പറയുക, ബലം കൊടുത്ത് ആ ഒരു റൗണ്ട് നോസ് പ്ലെയർ, അതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നോർമൽ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നല്ല ബലം കൊടുത്ത് അമർത്തി മാത്രമാണ് അത് പ്രസ്സായി കിട്ടുള്ളൂ. ഇത് പിന്നെ മെമ്മറി വയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാതിരിക്കുക, കാരണം പെട്ടെന്ന് മുറിവാകും. എന്താ പറയുക, ഒരു മെറ്റൽ ഐറ്റം നല്ല തിക്കായിട്ടുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അത് കയ്യിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അത് ഇത് ചെയ്തെടുക്കുമ്പോഴേ ഞാൻ പറയുന്നത് കേട്ടോ, ചെയ്ത് കഴിയുമ്പോഴുള്ള കാര്യമല്ല, ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ചോരയൊക്കെ ചിന്താനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു മേക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ വോയിസ് തന്നെ കൊടുക്കണം കേട്ടോ. മേക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ മുറിവാകും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ മെമ്മറി വയറിൽ നമ്മൾ 2 ബീഡ്സ്, ഒരു 4 mm വരുന്ന നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ്, ഇപ്പോൾ ഹെയർ ആക്സസറീസ് ചെയ്യുന്നവരാണ്, ജ്വല്ലറി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബീഡ്സ് എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു 4 mm വരുന്ന ബീഡ് എടുത്തിട്ട് ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് 2 റിങ്ങിലും 2 ബീഡ്സ് വെച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റിൽ. ഓക്കെ, 2 അതല്ലാന്നുണ്ടെങ്കിൽ 3 ബീഡ് വീതം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറയുന്ന പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇടയിൽ ഏതെങ്കിലും സ്റ്റെപ്പ് കിട്ടാതെ ഇത് കറക്റ്റ് ആയിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു ഡബിൾ ഹോൾ വരുന്ന ഫ്ലവർ ബീഡ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 3 ബീഡ്സ്, അതായത് ഒരു സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിളിൽ 3 ബീഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 ബാങ്കിളിലായിട്ട് 3 ബീഡ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബീഡ്സ് ആഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്തെടുക്കാം. ഇതിലൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമുക്കൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ മെമ്മറി വയർ വെച്ച് ചെയ്യുമ്പോൾ. മെമ്മറി വയർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കാം കേട്ടോ. ബാങ്കിൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കാം നമുക്ക് ആ ഒരു സ്പ്രിങ് ബാങ്കിൾ, ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, മെമ്മറി വയർ വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്തെടുക്കാം. എന്താ പറയുക, മാല ചെയ്തെടുക്കാം, ഇയറിങ്സ് ചെയ്തെടുക്കാം, അങ്ങനെ പല ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബീഡ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ B7000 അല്ലെങ്കിൽ 6000 ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഗമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗമ്മ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും വരില്ല. എന്താ പറയുക, ജസ്റ്റ് നമ്മൾ ആ 2 എൻഡും ബെൻഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുന്നത് കാരണം അതിന് പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഗമ്മ വെച്ച് സ്റ്റിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കുറച്ചുകൂടി സെക്യൂറായി നിൽക്കുന്ന ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടി കളിക്കുന്ന പോലെ
വെക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ബീഡ്സിൻ്റെ ഹെയർ ബോ ഒക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗമ്മ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണത്. ഓക്കെ, ആ ഒരു ബീഡ്സ് ആഡ് ചെയ്യുക, 4mm ബീഡ് ആഡ് ചെയ്യുക, അതിനുശേഷം ഒരു ഫ്ലവർ ബീഡ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്കടുത്ത ഡിസ്പാച്ച് വരുന്നത് ഒരു ജൂൺ 8-ാം തീയതി കഴിയും. ജൂൺ 11 അല്ലെങ്കിൽ 12-ാം തീയതിയൊക്കെ ആയിട്ടാണ് അടുത്ത ഡിസ്പാച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് ഗീവ് അവേ, അതുപോലെ തന്നെ ഒരുപാട് ഫ്രീ കിറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ ഫ്രീ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, ഫ്രീ മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എത്രമാത്രം, അതായത് ആ ഒരു റിങ്ങിൽ എത്രമാത്രം ഫ്ലവർ ബീഡ്സ് കൊള്ളൂ അതിനനുസരിച്ച്. പിന്നെ ഈ ഒരു മെമ്മറി വയർ ഇനി എക്സ്ട്രാ നിൽക്കുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നുകൂടി ആ ഒരു സ്നിപ്പർ വെച്ച് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ നോർമൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ നോർമൽ കട്ടർ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം, പക്ഷേ കട്ടർ പെട്ടെന്ന് ഡാമേജ് വരും. സ്നിപ്പറിനേക്കാളും പെട്ടെന്ന് ഡാമേജ് വരും നമ്മുടെ നോർമൽ കട്ടർ. അതുകൊണ്ടാണ് നോർമൽ കട്ടർ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാത്തത് കേട്ടോ. എന്നിട്ടിത് ഒരു ബാങ്കിളിൻ്റെ 2 എൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് ബെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അത് കയ്യിൽ നമ്മൾ ഒരുപാടങ്ങ് വെച്ച് മെമ്മറി വയറിനെ കമ്പി വെച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ ഡാമേജ് വരും. പിന്നെ നമ്മുടെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് എന്തായാലും ബ്ലഡ് വരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ മെമ്മറി വയർ, കാരണം എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത്, മെമ്മറി വയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുറിവാകും. ഓക്കെ, മുറിവായ നല്ല നീറ്റലും നല്ല വേദന ഉണ്ടാവും. ചെറിയൊരു മുറിവാണെങ്കിൽ പോലും നല്ല നീറ്റലുണ്ടാവും. കാരണം അത് മെറ്റലാണ്. മെറ്റൽ ഐറ്റം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കത്തി കൊണ്ടുണ്ടാവുന്ന ആ ഒരു മുറിവിൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാൻ പിന്നെയും അതുകൊണ്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യൂ എന്നുള്ളത്. ഓക്കെ, പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മെമ്മറി വയർ കട്ട് ചെയ്ത് അവിടെ ഇവിടെ നിന്ന് വെക്കാതിരിക്കുക. കാരണം അത് കോറിക്കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ബീഡ്സ് കോർത്ത് ചെയ്തെടുത്താണെങ്കിൽ അതിൻ്റെ എൻഡാണ് പറയുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എൻഡ് ഉണ്ടാവുമല്ലോ, അത് തട്ടിക്കഴിയുമ്പോഴാണ്, അത് പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഡോട്ട് മാത്രമേ നമ്മുടെ കയ്യിൽ തട്ടിയിട്ടുള്ളൂ വെച്ചാലും ആ ഒരു ഡോട്ടിൽ നിന്ന് മുറിവായിട്ട് ബ്ലഡ് വരും. അനുഭവമുള്ള കാരണം പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിത് പിന്നെ ഇതേപോലെ നോസ് പ്ലെയർ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയ്യിൽ മുറിവാകും, ബ്ലഡ് വരും. ഇതുപോലെ ടൂൾസ്, കട്ടർ, പ്ലെയർ അങ്ങനെയുള്ള എന്ത് ഐറ്റംസ് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക കേട്ടോ. കയ്യിൽ നന്നായി കൊണ്ടിട്ടുണ്ട്, കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അതാ പെട്ടെന്ന് ഒരു തരിപ്പിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടില്ലേ, കയ്യിൽ ചെറിയൊരു മുറിവാണെങ്കിലും നല്ലപോലെ ബ്ലഡ് വന്നിട്ടുണ്ട്. കണ്ണിൽ നല്ല വേദന ഉണ്ടായിരുന്നത്. കാണുമ്പോൾ തോന്നും ചെറിയ മുറിവല്ലേ, നമ്മളിങ്ങനെ എന്താ പറയുക, ചോരയൊക്കെ ചിന്തിയിട്ടാണ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കണത് കേട്ടോ. അതിൻ്റെ പിറകിൽ അത്രമാത്രം കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാമെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. വെറുതെ ജസ്റ്റ് ചോദിക്കുന്നവർക്കുള്ള മറുപടി, ജസ്റ്റ് നിങ്ങൾ ബീഡ്സ് ഒന്ന് കോർത്തെടുക്കണമല്ലേ ഉള്ളൂ. ആ ബീഡ്സ് കോർത്തെടുക്കണതിനിടയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് മുറിവ് പറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ ചെറിയൊരു മുറിവാണ്, അങ്ങനെ അല്ലാതെ ഒരുപാടുണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ആ മുറിവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അടുത്ത് ചെയ്യാനായിട്ട് ഇരുന്നത് കേട്ടോ. അത് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. മെറ്റൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. ഇനിയിപ്പോൾ കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയവരുടെ സൂപ്പർവിഷനിൽ അവരുടെ കീഴിലായിട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഇത് രണ്ടാമത്തെ എൻ്റെ ബെൻഡായി കിട്ടാൻ വേണ്ടി കുറച്ച് പാടാണ്. നമ്മൾ കുറച്ച് നേരം കഷ്ടപ്പെടേണ്ടി വരും, അല്ലാതെ പെട്ടെന്ന് അത് കിട്ടില്ല. ഇതെന്താ വെറുതെ മെറ്റിൽ വിളക്കില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ എന്താ പറയുക,
ഹെഡ് പിൻ അല്ലെങ്കിൽ ഐ പിൻ ഉണ്ടല്ലോ, അത് വളച്ചെടുക്കുന്നത് പോലെ പെട്ടെന്ന് വളച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതിലും നല്ല ബലം കൊടുക്കേണ്ടി വരും. ഓക്കെ, കാരണം ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കണം ഇതിനിപ്പോൾ ഇത്ര കഷ്ടപ്പാടുള്ളത്, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണമല്ലേ ഉള്ളൂ, അപ്പോൾ അതിനിപ്പോൾ ഇത്ര മാത്രം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എന്താ പറയുക, നല്ല ബുദ്ധിമുട്ടുണ്ട് അതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഫൈനലി ഒരുപാട് തവണ ട്രൈ ചെയ്തതിന് ശേഷം അതങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും, വലിയവർക്ക് റെക്കമെൻഡ് ചെയ്യില്ല, കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. വലിയവർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് കേട്ടോ. മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതല്ല മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഗീവ് അവേയുടെയും ഫ്രീ കിറ്റിൻ്റെയും കാര്യം ആരും മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you.